ഈ കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമയെ അമ്മയും പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ? എവിടെ പോയി കിടക്കുന്നു ഇവര്? ആകെപ്പാടെ മനസ്സിനൊരു സമാധാനവും തോന്നുന്നില്ല. ഏട്ടൻ എന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും. ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേ ഏട്ടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല, വേണ്ടി വന്ന ഇത്തിരി പോക്രിത്തരോ എനിക്കറിയാമെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ 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 ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതാണ്. പിന്നെ ആ ചടങ്ങില്, ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ല അത്രേ. ശഠിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ഇത്രയുള്ള കാര്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ നിൽക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദമാമേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, അങ്ങനെ ഒന്നും പറയരുത്. ഇല്ല ഏട്ടാ, എന്റെ ഏട്ടനെ വേദനിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. സമ്മതിക്കില്ലേ ഞാനതിന്? ഞാൻ പറയണത് കേൾക്കണം എന്റെ മോള്. വാ, ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം. ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എന്റെ മോള് സമ്മതിക്കണം, സമ്മതിക്കണം, സമ്മതിക്കണം. ഏയ്